ക്രൈസ്തനോ പ്രിയമുള്ളവരെ, ഏവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. രാത്രി ഇല്ലാത്ത രാജ്യമുണ്ടോ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നാം ഇവിടെ ചിന്തിക്കുവാൻ പോകുന്നത്. ഈ ചോദ്യം, അതായത് രാത്രിയില്ലാത്ത രാജ്യമുണ്ടോ എന്ന ഈ ചോദ്യം വല്ലാത്തൊരു ചോദ്യമാണെന്ന് ചോദിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കുമല്ലോ. വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ ഉണ്ടെന്നാണ് അറിയുന്നത്. ഇങ്ങനെയുള്ള ചില രാജ്യങ്ങൾ ഉണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. കരമന PRS ഹോസ്പിറ്റലിൻ്റെ എതിർവശത്ത് IGFിൻ്റെ ഡയറക്ടറും നടത്തിപ്പുകാരനുമായ ബഹുമാനപ്പെട്ട പാസ്റ്റർ റോയ് അപ്പുല്ലോസ് അവരിലൂടെയാണ് എനിക്ക് അതറിയുവാൻ കഴിഞ്ഞത്. അദ്ദേഹം അമേരിക്ക പോലുള്ള അറിയപ്പെടുന്ന പല രാജ്യങ്ങളിൽ 40 വർഷത്തോളം സുവിശേഷം പ്രസംഗിക്കുവാൻ പോയിട്ടുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള അറിവുകളുണ്ട്. 1995 മുതൽ ചില വർഷം പ്രിയപ്പെട്ടവരുടെ പ്രാരംഭ പ്രവർത്തനമായ മുട്ടട കേന്ദ്രീകരിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ ടീം പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ വാഹനം ഓടിക്കുകയും അവിടെ താമസിച്ചുകൊണ്ട് അവരോടൊപ്പം സുവിശേഷ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുകയും ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. രാത്രിയില്ലാത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഈ അവസരത്തിൽ നമുക്ക് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം. നോർവേ, ഗ്രീൻലാൻഡ്, ഫിൻലാൻഡ്, അലാസ്ക എന്നീ 4 രാജ്യങ്ങളിൽ 6 മാസം പകലും 6 മാസം രാത്രിയുമാണ്. അലാസ്ക എന്ന രാജ്യത്ത് പ്രിയ റോയ് പാസ്റ്റർ പോയിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. അതുപോലെ നോർവേ എന്ന രാജ്യത്തെ അദ്ദേഹത്തിൻ്റെ ബന്ധുവും സഹപ്രവർത്തകനുമായ പ്രിയ ഹരി ദേവദാസൻ പോയിട്ടുണ്ടെന്നും പറഞ്ഞു. ഇദ്ദേഹം പ്രിയ റോയ് പാസ്റ്ററിൻ്റെ അസിസ്റ്റൻ്റായി കരമനയിൽ വെച്ച് നടത്തപ്പെടുന്ന IGFിൻ്റെ സഭായോഗത്തിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. അലാസ്ക എന്ന രാജ്യത്ത് റോയ് പാസ്റ്റർ പോയപ്പോൾ ഒരു ദിവസം രാത്രി 2:30 മണിക്ക് അവിടുത്തെ പകൽ പോലുള്ള അന്തരീക്ഷത്തിൽ എല്ലാവരും ഉറക്കത്തിലായ സമയത്ത് ഏകനായി കടൽപ്പുറത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും മറ്റു പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും വിലയിരുത്തുവാനും കഴിഞ്ഞു എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിൽ നിന്ന് ഞാൻ കേട്ടപ്പോൾ വാസ്തവത്തിൽ ഞാൻ അതിശയിച്ചു. ആ നിമിഷങ്ങൾ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഞാൻ ഓർക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. ഭൂലോകമെമ്പാടുമുള്ള ഓരോ രാജ്യങ്ങളുടെ പ്രകൃതികളെ വിലയിരുത്തിയാൽ വ്യത്യസ്ത തരത്തിലാണ് സൃഷ്ടാവായ ദൈവം അവയെ സൃഷ്ടിച്ചിരിക്കുന്നതായി നമുക്ക് മനസ്സിലാകുന്നത്. ഉദാഹരണമായി അറബി രാജ്യത്തെ വിലയിരുത്തിയാൽ അവിടെ 6 മാസം നല്ല ചൂടും 6 മാസം നല്ല തണുപ്പുമാണ്. മറ്റു രാജ്യങ്ങളെക്കാൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്ന് അറിയപ്പെടുന്ന നമ്മുടെ കേരളത്തെ വിലയിരുത്തിയാൽ എല്ലാ തരത്തിലും നല്ല കാലാവസ്ഥയുള്ള നാടാണെന്ന് വിദേശികൾ പോലും വിലയിരുത്താറുണ്ടല്ലോ. ഇത്തരത്തിൽ ഓരോ രാജ്യങ്ങളും അതതിൻ്റെ പ്രകൃതിശോഭകളാൽ നിറയപ്പെട്ടതാണെന്ന് നമുക്ക് വിലയിരുത്താമല്ലോ. ഇനി നമുക്ക് രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തെ ആധാരമാക്കി ചിന്തിക്കുകയും അവയിൽ പറയപ്പെടുന്ന കാര്യങ്ങളെ വിലയിരുത്തുകയും ചെയ്യാം. സങ്കീർത്തനം 74:16-17 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ദാസനായ ആസാഫ് ദൈവത്തോട് പറയുന്നത് എന്താണെന്ന് കേൾക്കാം. പകൽ നിനക്കുള്ളത്, രാത്രിയും നിനക്കുള്ളത്. വെളിച്ചത്തെയും സൂര്യനെയും നീ ചമച്ചിരിക്കുന്നു. ഭൂസീമകളൊക്കെയും നീ സ്ഥാപിച്ചു. നീ ഉഷ്ണകാലവും ശീതകാലവും നിയമിച്ചു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത്ര അടുക്കും ചിട്ടയുമായിട്ടാണ് ദൈവം പകലിനെയും രാത്രിയെയും വെളിച്ചത്തെയും സൂര്യനെയും ചമയ്ക്കുകയും ഉഷ്ണകാലത്തെയും ശീതകാലത്തെയും നിയമിച്ചാക്കി വച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നതെന്ന് നാം വളരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽപ്പെട്ട എല്ലാറ്റിനും അതതിൻ്റെതായ മാഹാത്മ്യം ഉണ്ടെന്നുള്ളത് തികച്ചും വാസ്തവമല്ലേ? ഇനി സങ്കീർത്തനം 19:2-3 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ദാസനായ ദാവീദ് ദൈവാത്മാവിൽ പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല.
ഭൂമിയിലെ എല്ലായിടവും അതിൻ്റെ അളവ് നൂലും ഭൂതലത്തിൻ്റെ അറ്റത്തോളം അതിൻ്റെ വചനങ്ങളും ചെല്ലുന്നു. അവിടെ ദൈവം സൂര്യനൊരു കൂടാരം അടിച്ചിരിക്കുന്നു എന്ന് കാണപ്പെടുന്നു. 19-ാം അധ്യായം പൂർണ്ണമായി വായിക്കുന്നത് വളരെ നല്ലതാണ്. ദൈവത്തിൻ്റെ ദാസനായ ദാവീദ് എത്ര മനോഹരമായിട്ടാണ് പ്രകൃതിയെ വർണ്ണിച്ചെഴുതിയിരിക്കുന്നത്. മനുഷ്യനും തമ്മിൽ സംസാരിച്ചാൽ ശബ്ദം പുറത്ത് കേൾക്കുവാനും അത് തിരിച്ചറിയുവാനും നമുക്ക് കഴിയും. എന്നാൽ ഇവിടെ അങ്ങനെയല്ലല്ലോ. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല എന്ന് ഇതിനാൽ നമുക്ക് മനസ്സിലാക്കാമല്ലോ. എന്തൊരു അതിശയകരമായിരിക്കുന്നു ദൈവത്തിൻ്റെ സൃഷ്ടിപ്പെന്ന് നമുക്കിവിടെയും വിലയിരുത്തിക്കൂടെ? ഇനി സങ്കീർത്തനം 139-11-12 വാക്യങ്ങളിൽ ഈ ഭാഗത്ത് ദൈവഭക്തനായ ദാവീദ് ദൈവത്തോട് പറയുന്നത് എന്താണെന്ന് കേൾക്കാം. ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് പോലെ നിനക്ക് മറവായിരിക്കുന്നില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്കൊരുപോലെ തന്നെ എന്ന് അദ്ദേഹം ദൈവത്തോട് പറയുകയാണ്. ഇവിടെയും വളരെ ആഴമായി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചാണല്ലോ ഒടുവിലായി നാം ചിന്തിച്ചു വരുന്നത്. പ്രാരംഭത്തിൽ നാം ചിന്തിച്ചത് രാത്രിയില്ലാത്ത 4 രാജ്യങ്ങളെ കുറിച്ചാണല്ലോ. ആ രാജ്യങ്ങളിൽ രാത്രി പകൽ പോലുള്ള അന്തരീക്ഷമാണെന്ന് നാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഈ വാക്യങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന, അതായത് രാത്രി പകൽ പോലെ പ്രകാശിക്കും എന്നവിടെ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെ ആ രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് ഒത്തുവരുന്നതായി നമുക്ക് തോന്നുന്നില്ലേ? ഇനി നമുക്ക് വെളിപ്പാട് 21-25 വാക്യം വായിച്ചാൽ വെളിപ്പാടുള്ള യോഹന്നാൻ ദൈവാത്മാവിൽ പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. രാത്രി അവിടെ ഇല്ലല്ലോ. അവിടെ എന്നുദ്ദേശിക്കുന്നത് സ്വർഗരാജ്യത്തെ കുറിച്ചാണല്ലോ. വെളിപ്പാട് 21-10 പറയുന്നത്, അവൻ എന്നെ ആത്മവിശുദ്ധയിൽ ഉയർന്നൊരു വൻമാളികയിൽ കൊണ്ടുപോയി യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് യോഹന്നാന് ദൈവം കാണിച്ചു കൊടുത്തു. വെളിപ്പാട് 21-11 വാക്യം മുതൽ താഴോട്ട് വായിക്കുന്നത് വളരെ നല്ലതാണ്. വെളിപ്പാട് 21-23 പറയുന്നത്, നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവം അതിനെ പ്രകാശിപ്പിച്ചു, കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു. വെളിപ്പാട് 22-5 വാക്യത്തിൽ പറയുന്നത്, ഇനി രാത്രി ഉണ്ടാകയില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാവായിരിക്കും. പ്രിയമുള്ളവരെ, ഇവിടെ അവർ എന്നുദ്ദേശിക്കുന്നത് കുഞ്ഞാടിൻ്റെ മണവാട്ടികളായി ഒരുക്കപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവരെയാണ്, വിശുദ്ധന്മാരെയാണ്, വിശുദ്ധമതികളെയാണ് കാണിക്കുന്നത്. അവരാണ് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ട ഭാഗ്യവാന്മാർ. അങ്ങനെയല്ലാതെ മറ്റെല്ലാവർക്കും അവിടെ പ്രവേശനം ഉണ്ടാകുവാൻ സാധ്യത കുറവാണ്. എന്നാൽ ദൈവരാജ്യത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ടല്ലോ. അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കതായ പ്രതിഫലം ഓരോരുത്തർക്കും അവിടെ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ഒടുവിൽ വെളിപ്പാട് 22-10-15 വാക്യം വരെ വായിച്ചാൽ എല്ലാവർക്കും അവിടെ 15 വാക്യം വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കെല്ലാവർക്കുമുള്ള, അതായത് അകത്തും പുറത്തുമുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പ്രത്യേക താക്കീത് ദൈവാത്മാവ് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് അവനവൻ്റെ പ്രവൃത്തിക്കുള്ള പ്രതിഫലം വാങ്ങുവാൻ നമ്മെ തന്നെ സ്വയം ശോധന ചെയ്യേണ്ട സന്ദർഭമാണിത്. രാത്രിയില്ലാത്ത സ്വർഗരാജ്യത്തിൽ നിത്യവും വാഴുവാൻ നമുക്കൊരുങ്ങാം. അതിനായി കരുണയുള്ള ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ചിന്താവിഷയത്തിലേക്ക് കടക്കുന്നു. യേശു അവരോട്, ഇനി കുറെ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിൽ ഇരിക്കും, ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾക്ക് വെളിച്ചമുള്ളിടത്തോളം നടന്നുകൊള്ളുവിൻ. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്ന് അറിയുന്നില്ലല്ലോ. നിങ്ങൾ വെളിച്ചത്തിന് മക്കളാകേണ്ടതിന് വെളിച്ചം ഉള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പിൻ എന്ന് യേശു പറഞ്ഞു. യോഹന്നാൻ 12-35-36 വാക്യങ്ങളും യോഹന്നാൻ 11-9 വാക്യങ്ങൾ ഇവ പ്രധാനമാണ്. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു എന്നൊരു വചനവുമുണ്ടല്ലോ. പ്രിയമുള്ളവരെ, ഈ വചനങ്ങളാലും ഈ ദൈവിക ആലോചനകളാലും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഈ സന്ദേശം നിർത്തുന്നു.